ഒരു വണ്ടി കൊടുക്ക്, ഒരു വണ്ടി കൊടുക്ക്, ഒരു വണ്ടി കൊടുക്കുക അവക്ക്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. റിക്കോർഡിങ്ങനെ മുകളിലാക്കി വെക്കുന്നത് വേറൊന്നല്ല, നമ്മൾ രാവിലെ റിക്കോർഡിനെ കടക്കപ്പായെന്ന് എണീച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അതായത് ചുള്ളിയിൽ നിന്ന് ഞാൻ തലശ്ശേരി എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം റിക്കോർഡിന് എല്ലാവരോടും ടാറ്റയെല്ലാം പറഞ്ഞ് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. അച്ഛനും അമ്മയും ഞാനും റിക്കൂട്ടനും. ഇപ്പം ഈശുണ്ട് കാറിൽ, ഈശുവിനെ ശരത്തൻ്റെ വീട്ടിലാക്കണം. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ആ ഒരു ഉറക്കം മൂടില്ലേ, ആ മൂടിലാണെന്നുള്ളത്. എനിക്കൊന്ന് 7 മണിയാന്ന് തോന്നുന്നു ആയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉറക്കപ്പിച്ചില്ലാന്നുള്ളത്. അതിൽ അച്ഛനും അമ്മയും ആറ്റാ കുളിച്ചത്. ഞാൻ വെറും ജസ്റ്റ് ഒന്ന് പല്ല് തേച്ച് ഡ്രസ്സ് എടുത്തിട്ട്, റിക്കോർഡിന് അതുപോലെ കിടക്കാൻ തന്നെ ഡ്രസ്സ് എടുത്തിട്ട്, റിക്കു പല്ല് പോലും തേച്ചിട്ടില്ല. ഇശുവിനെ അങ്ങനെ കിടക്കപ്പായെന്ന് എണീച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പൂരം കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ വിഷു ഇപ്രാവശ്യം ഇവിടുന്ന് ആഘോഷിക്കാൻ പറ്റൂല എന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ വല്യപ്പാപ്പം പോകുന്നതുകൊണ്ട് ചെറിയൊരു സദ്യ പോലെയെല്ലാം ആക്കിയിട്ട് നമ്മൾ അവിടുന്ന് ചെറിയ രീതിയിൽ അങ്ങനെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് തലശ്ശേരിയിലേക്ക് പോവാണ്. അപ്പോൾ ഇശുവിനെ അവിടെ ശരത്തൻ്റെ വീട്ടിലേക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വണ്ടി നിർത്തിയിട്ടുള്ള. അപ്പം അച്ഛൻ ഇശുവിനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇശുവിനെയും കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പം കാണാം അച്ഛൻ്റെ കയ്യിലൊരു പൊതി. അപ്പോൾ അവിടുന്ന് ശരത്തേട്ടൻ്റെ ഏട്ടനും റിക്കൂട്ടന് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിനെ. അങ്ങനെ നമ്മളിതാ ഞാനും അമ്മയും റിക്കൂട്ടനും കൂടി വണ്ടിയിലിരുന്നു. പിന്നെ റിക്കൂട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, ചിലപ്പം ഞാൻ തലശ്ശേരിയിലേക്ക് വരുന്നില്ല എന്ന് പറയും. കാരണം ഓന് ഇവിടെ ശരത്തൻ്റെ വീട് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കുറേ വണ്ടികളും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചിലപ്പോൾ വരൂലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ കരയാനാക്കണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഓനെ അങ്ങോട്ടേക്ക് കൂട്ടിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് വർത്താനം പറയാന്ന്. അപ്പോൾ വീഡിയോ എടുക്കുന്ന റിക്കോർഡിനും മുഖം കണ്ടില്ല, ഇങ്ങനെ മുഖമെല്ലാക്കി വെച്ചിട്ട് ഞാനും അമ്മയും അതും പറഞ്ഞ് ചിരിക്കുവാന്ന് കേട്ടോ. ഇവൻ ചിരിക്കുകയില്ല, ചില സമയത്തൊന്നും തീരെ ചിരിയൊന്നുമില്ല. പുറത്തുനിന്നെല്ലാം ആരെയും കണ്ടാലും ഇങ്ങനെ നോക്കി നിൽക്കുകയുള്ളൂ. ഇടയ്ക്കൊരു ആറ്റിറ്റ്യൂഡ് പോയി എന്നാൽ, ഇടയ്ക്ക് എന്നല്ല, പുറമേ നിന്നുള്ള ആളെ കണ്ട എപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുക കേട്ടോ. അല്ലാണ്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നല്ല കളിയും ചിരിയല്ലാന്ന് എല്ലാവരും വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ആ ഒരു ഉറക്കം കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്കും കണ്ണ് വരെ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഉള്ളത്. എന്ന് വെച്ചാൽ തലേന്ന് രാത്രി നമ്മൾ പടക്കെല്ലാം പൊടിച്ചിട്ട് ഇത്തിരി വൈകിട്ടാണ് കിടന്നത്. വൈകിന്ന് തന്നെ ഒരു 12 മണി. പിന്നെ എനിക്ക് നല്ല ചുമയും ഇതെല്ലാമാണ് രാത്രിക്ക്. ഇപ്പം ശരിക്കും വിട്ട് മാറിയിട്ടില്ല, അതുകൊണ്ട് ഉറക്കെല്ലാം അതേപോലെ ഉണ്ട്. പിന്നെ ഇതാ പോകുന്ന വഴിക്ക് ഇവിടെ പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അപ്പം ഞായറാഴ്ച നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് തലശ്ശേരിയിലേക്ക്. അപ്പോൾ അവരിങ്ങനെ കുരുത്തോലെല്ലാം എടുത്തിട്ട് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് പ്രദക്ഷിണം വെക്കുന്നതെന്നാണ് തോന്നുന്നത്. ശരിക്കും ഇതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ അറിയാത്ത കാര്യം പറയാൻ പാടില്ലല്ലോ. അപ്പം ഇതെന്താ സംഭവം എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈസ്റ്റർ വരുന്നില്ല, അതിൻ്റെ എന്തെങ്കിലും ആണോ ഇനി എല്ലാ ഞായറാഴ്ച ഇതുപോലെ ഉണ്ടോയെന്നൊന്നും എനിക്ക് ശരിക്കും അറിയില്ല. പിന്നെ നമ്മളങ്ങോട്ടൊന്നും ക്രിസ്ത്യൻസ് ഒന്നും ഇല്ല. ഇത് നല്ല പള്ളിയാണ് കേട്ടോ. പണ്ട് കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് ഞാനും അമ്മയെല്ലാം ഇവിടെ ഒരു കല്യാണത്തിന് വന്നിട്ടുണ്ടായിന്. നല്ല രസമാണ് പള്ളി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതാ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട്. പൂരിയും പട്ടാണിക്കറിയും മുട്ട റോസ്റ്റും നമുക്ക് ഇതിലിരുന്ന് കഴിച്ചത്. കഴിക്കാനൊന്നും മര്യാദയ്ക്ക് വേണ്ടത്, നിനക്കാണെങ്കിൽ എണീച്ച ഉടനെ ഛർദ്ദിക്കാൻ വന്ന് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന പോലെയാണ് ഉള്ളത്. പിന്നെ ഒരു പൂരി എങ്ങനെയല്ലോ കഴിച്ച് റിക്കോർഡിന് ഞാനും കൂടിയിട്ട് കേട്ടോ. വേണ്ടായിരുന്നു, ഓനും വേണ്ട. പിന്നെ പല്ല് വരെ തേച്ചിട്ടില്ല, പിന്നെ വന്നിരുന്നിട്ട് എങ്ങനെയല്ലോ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ അങ്ങനെ ഇതാ പോവാന്ന്.
അങ്ങനെ നമ്മളിതാ തലശ്ശേരിയിൽ ഇതാ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം റിക്കൂട്ടൻ വല്യച്ഛനോട് വണ്ടിയെല്ലാം കാണിച്ചു കൊടുക്കലും ഓരോ വിശേഷങ്ങൾ പറയലെല്ലാം കേട്ടോ. പിന്നെന്താ, ഞാൻ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരും, അല്ല ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു ബാഗും കൊണ്ടാണ് പോകുന്നതെങ്കിൽ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 10-20 കവറുണ്ടാവും. പച്ചക്കറി ആയിട്ടും അതും എന്തെല്ലോ ആയിട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങൾ. ഇപ്രാവശ്യം അമ്മ ഉപ്പിലിട്ട് എല്ലാം കൊണ്ടുവന്നതിനെ. അങ്ങനെ എന്താ വീട്ടിലമ്മ അടപ്രഥമല്ല സാധാ പ്രഥമൻ പായസം വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, മിച്ചറുണ്ടായിരുന്നു, അതെല്ലാമായിരുന്നു ചായക്കടി. അങ്ങനെ പിന്നെ നമ്മൾ കുറേ വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ നിന്നിട്ട് റിക്കൂട്ടിന് ഇതാ മിച്ചറെടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ റിക്കൂട്ടൻ വണ്ടിയിൽ നിന്ന് നല്ല പോലെ ഉറങ്ങിയിട്ടുണ്ടായിനെ. അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്കിങ്ങനെ ഒരു ഛർദി മൂഡ്, പാതി ഉറക്കം മൂടല്ലായിരുന്നു. അടയ്ക്ക് ഞാനിങ്ങനെ കണ്ണെല്ലാം ചിമ്മി ഇങ്ങനെ കിടക്കുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ അച്ഛനും അമ്മയും പോകാൻ ഇറങ്ങാനായേ. അപ്പോൾ ഞാനവിടെ എന്താ അത് മനീഷേട്ടൻ കൊണ്ടുവന്ന ഡ്രസ്സാണ് അവിടെ ഇങ്ങനെ അവട്ടിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫ്രോക്കിൻ്റെത്. അപ്പോൾ അത് ചുഴലിയിലേക്കുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അത് പിന്നെ അമ്മേൻ്റെ കയ്യിലവിടെ കൊടുത്തു വിട്ട്. പിന്നെ റിക്കൂട്ടിന് ഇത് അച്ചാച്ചൻ്റെ കൈമ കയറിക്കൂട്ടുണ്ട്. അച്ചാച്ചൻ ചോദിക്കുന്നുണ്ട്, നീ വരുന്ന ചുഴലിയിലേക്ക് വരുന്ന ചോദിക്കുമ്പോൾ അപ്പം അവർ പറയും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവനറിയാം ഇപ്പം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇനിയിപ്പം തന്നെ തിരിച്ചു പോകില്ല എന്നറിയാം. അതുകൊണ്ട് ആടെ എന്താ അച്ഛനോട് പറഞ്ഞ് വേണ്ടാന്ന്. പിന്നെന്താ, അങ്ങനെ നമ്മൾ വർത്താനം പറഞ്ഞ് പോകാൻ നോക്കുന്നു. റിക്കൂട്ടിൻ്റെ അച്ചാച്ചനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇനി എൻ്റെ റിക്കൂട്ടിൻ്റെ സങ്കടം മുഖം കാണാം. അവൻ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടീൻ്റെ ടയറിലേക്കാണ് കേട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുക. അങ്ങനെ വണ്ടിയിലേക്കെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ ടാറ്റ പറയാന്നേ. അങ്ങനെ ഇത് അച്ഛനും അമ്മയെല്ലാം പോയി. പിന്നെ എനിക്ക് ഇത് പുതിയ ഫ്രോക്കിൻ്റെ ഓർഡർ വന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നീതാൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ആ ബുക്കൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പം നിമിഷേച്ചിൻ്റെ വന്നൊരു പേപ്പർ മേടിച്ചിട്ടാണ് ഞാൻ അഡ്രസ്സെല്ലാം ഓർഡർ കിട്ടിയതിൽ എഴുതി വെച്ചത്. അങ്ങനെ പിന്നെ അതെല്ലാം കൂടി ബുക്കിലേക്ക് മാറ്റി എഴുതുവാണ്. അപ്പം ബുക്കിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡ്രസ്സ് കൊറിയർ അയക്കുന്ന സമയത്ത് കൊറിയർ ബാഗിൻ്റെ അകത്ത് എഴുതുമ്പം എളുപ്പമായിരിക്കും. എന്നാൽ പിന്നെ ഫോണിൽ നോക്കി ഇങ്ങനെ ഇരിക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ബുക്കിൽ എപ്പം അഡ്രസ്സ് എല്ലാവരും എഴുതി വെക്കലുണ്ട്. അങ്ങനെ എൻ്റെ അടുക്ക് റിക്കൂട്ടനാടുന്ന അമ്മമ്മേനെ ചൊറയാക്കുന്നുണ്ട്. കാർട്ടൂണ് കാണാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാനോ വരുന്ന ഗ്യാപ്പിൽ വേഗം എഴുതട്ടെ എന്ന് വെച്ചിട്ട് എഴുതുവാണ്. ഇതിപ്പം സ്പീഡ് കൂട്ടിയതാണ് വീഡിയോ. അപ്പോൾ അതാ സൈഡിൽ വന്നിട്ട് എന്നെ ഇങ്ങനെ ചൊറയുന്നു. ഞാൻ പറഞ്ഞ അമ്മ ഇത് എഴുതട്ടെ, എഴുതി കഴിഞ്ഞിട്ട് വെച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ റിക്കൂട്ടൻ ക്ഷമയോടെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫോണിലുള്ളൊരു അഡ്രസ്സും കൂടി അന്നേരം ഒരു ഓർഡർ കിട്ടിയത് അതും എഴുതാനുണ്ടായിരുന്നു. പിന്നെ റിക്കൂട്ടൻ കാർട്ടൂൺ കാണുന്നതിന് മുന്നേ ഞാൻ അവിടെ എഴുതുന്ന കണ്ടപ്പോൾ അതാ പേപ്പറിൽ വട്ടെല്ലാം വരച്ചിട്ട് കളിക്കുന്നുണ്ട്. റിക്കൂട്ടന് ചെറുങ്ങനെ വട്ടം വരക്കാൻ അറിയാം കേട്ടോ. ഇപ്പം ഞാൻ ഒന്ന് വെറുതെ കാണിച്ചു കൊടുത്തതായിരുന്നു, അപ്പം വരക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ കുത്തി വരഞ്ഞ് കളിക്കാം, അത് തന്നെ. പിന്നെന്താ, അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടി. പിന്നെ ഞാൻ കുറച്ച് പായസം എടുത്ത് കുടിച്ചു. ലേശം കുറേയൊന്നും കുടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് കുടിച്ച് പിന്നെ അതവിടെ വെച്ച് പിന്നെയും കുറച്ച് സമയം പിന്നെയും ലേശം എടുത്ത് കുടിച്ച്, അങ്ങനെയല്ല. പിന്നെ ഞാൻ ആ കിട്ടിയ ഓർഡറെല്ലാം ജസ്റ്റ് ഇതാ പാക്ക് ചെയ്ത് വെക്കുവാണ്. ഇത് ഫ്രോക്കാണ് കേട്ടോ. ഇനിയിപ്പം ഇതെല്ലാം നമുക്ക് അയക്കാനുള്ള ഫ്രോക്കാണ്. ഒറ്റൊരു പീസ് ഇനി ഫ്രോക്കിൻ്റെ ഒരു മീഡിയം സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഞാൻ വേണമെങ്കിൽ നമ്മളെ ചുരിദാർ മെറ്റീരിയലിൻ്റെ സ്റ്റോക്കിന് വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്ന സമയത്ത് ഈ ഫ്രോക്കും കൂടി കാണിച്ചു തരാം. അതിന് മുന്നേ ഫ്രോക്ക് പോകുമോ അറിയില്ല. ഇനി ഞാൻ പറഞ്ഞു ഒറ്റൊരു പീസാണ് ബാക്കിയുള്ളത്. അപ്പം ബാക്കിയെല്ലാം അയച്ചു. പിന്നെ ഇത് വേണ്ട, റിക്കൂട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു പെൻസിലാണ്. ഇത് വന്നിട്ട് പേപ്പർ പെൻസിലാണ്. നമുക്ക് ബിസിനസ് യൂസിന് അങ്ങനെ പലതരം പെൻസിലുകളുണ്ട് ഇതിൽ, ബിസിനസ്സിൻ്റെ കാര്യത്തിന്. പിന്നെന്താ, നമുക്ക് ബർത്ത്ഡേ അങ്ങനത്തെ ഫങ്ഷനെല്ലാം ഇപ്പോൾ കല്യാണം എല്ലാവരും റിട്ടേൺ ഗിഫ്റ്റെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിനെല്ലാം നോർമൽ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ അങ്ങനെ എല്ലാം പേപ്പർ പെൻസിലാണ്. എനിക്ക് ഒരു ഇൻസ്റ്റാ പേജ് എന്നാണ് ഇത് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് തൊട്ട് കാണിക്കുന്നുണ്ട് ഏതാ ഇൻസ്റ്റാ പേജ് എന്നുള്ളത്. ഇത് വന്നിട്ട് കണ്ട ഇതുപോലെ എല്ലാ പർപ്പസിനും നമുക്ക് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ മുകളിൽ നമുക്ക് സീഡ് ഉണ്ടാകും, അത് വിത്തുണ്ടാകും. അപ്പോൾ ഇത് ഉപയോഗശേഷം നമുക്കിത് കളയാണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ചെടി കിട്ടും. അതിപ്പം പലതരം വിത്തുകളായിരിക്കും ഇതിലുണ്ടാകുക. എനിക്ക് കിട്ടിയതിൻ്റെ അകത്ത് നമ്മൾ ചീരയില്ലേ അതിൻ്റെ വിത്തായിരുന്നു. പിന്നെ എന്നാണ് തോന്നുന്നത്, പിന്നെ കാണാനൊന്നും പറ്റില്ല. നല്ല ഉപയോഗിച്ചതിന് ശേഷം നമുക്കത് വെറുതെ ജസ്റ്റ് മണ്ണാടെ കുഴിച്ചിട്ടാൽ അതങ്ങ് വളർന്നോളും.
പിന്നെ ഇവർക്ക് ഇതുപോലെ ഇത് ഉണ്ടാക്കുന്നവർക്ക് ചെറിയൊരു സഹായമായിരിക്കുമല്ലോ. അപ്പോൾ CM സീഡ് പെൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഇൻസ്റ്റയിൽ അവർക്ക് പേജുണ്ട്. പിന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ചെറിയ പൈസ എങ്ങനെ ഉള്ളൂ കേട്ടോ. അപ്പം 90 എത്രയാണ് അങ്ങനെ ഇൻസ്റ്റയിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതായിരുന്നു ഇത്. അപ്പം അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കുക. വിഷുവിൻ്റെ തലേന്നാന്ന് അങ്ങനെ വേറെ സദ്യ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ചോറും തിരണ്ടിക്കറി, തിരണ്ടി പൊരിച്ചത്, പിന്നെ മുരിങ്ങാക്കറി എന്നൊക്കെ. അമ്മ ചോദിച്ചിരുന്നു സാമ്പാർ വേണോ, ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. എന്ന് വെച്ചാൽ ഇതിനാണ്ടാണ് 2-3 ദിവസം സാമ്പാർ തന്നെയായിരുന്നു കൂട്ടിയത്. അപ്പോൾ പിന്നെ വെറുതെ വെച്ചിട്ട് പിന്നെ അങ്ങനെ വലിയ വേണമെന്നൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ കഴിക്കുമെന്ന്. റിക്കുണ്ണാണെങ്കിൽ അതാ മീൻ മാത്രം നുള്ളി തിന്നിട്ട് ഇരിക്കുന്നുണ്ട്. ചോറ് തിന്നാൻ പറ്റും തിന്നേയില്ല. ഇപ്പോൾ വാരി കൊടുത്തിട്ടും തിന്നുന്നൊന്നും ഉണ്ടായിട്ടില്ല. മീനും മുരിങ്ങക്കായും മാത്രം കഴിച്ചു. പിന്നെ എന്നിട്ടാണ് റിക്കുണ്ണിന് കാർട്ടൂൺ വെച്ച് കൊടുത്തത്. അപ്പം അപ്പോഴേക്ക് എൻ്റെ അടുത്ത വീട്ടിലൊരു കുട്ടി എൻ്റെ നിന്ന് ഡ്രസ്സ് വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നേ. അവളെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോളാണിത്. അപ്പോൾ എന്നോട് പറഞ്ഞ് കാത്തു വേണം എന്നിട്ട് ഞാൻ കാത്തു വെച്ച് കൊടുത്തതാണ്. അപ്പോഴേക്ക് റിക്കൂട്ട ഫുള്ള് കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങി. ഒരു വണ്ടി കൊടുക്കുക അവക്ക്. അതെടുത്തോ, ഇതോടിച്ചോന്ന്. ഈ വണ്ടി ഓടിച്ചോ. ഇത് സ്പീഡിൽ പോകും. അതാ വേണ്ടേ? അത് കൊടുക്കും. ഒരിക്കൽ കൊടുത്തേ വാവ ഓടിച്ചോട്ടെ. ഒരിക്കൽ കൊടുക്കടാ. അത് കഴിഞ്ഞ് റിക്കോർഡിനെ ഞാൻ അങ്ങോട്ടൊക്കെ ഉറക്കി കേട്ടോ. പിന്നെ വണ്ടിയിൽ രാവിലെ വരുമ്പോൾ ഉറങ്ങിയതാണ്. പിന്നെ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ അവനെ ഉറക്കി. പിന്നെ അപ്പോഴേക്ക് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാൻ നിന്ന്. പിന്നെ കുറച്ച് കിടന്ന്. അപ്പം റിക്കൂട്ടൻ എന്നോട് പറഞ്ഞ് ജോലിന്ന് കൊണ്ടുവന്ന് ദശേപ്പിന്ന് വന്നിട്ട് ഇത് അച്ചാച്ചനെ വലിയച്ഛനെ കാണിക്കുവാന്ന് കേട്ടോ ഡ്രസ്സ്. അങ്ങനെ പിന്നെ റിക്കൂട്ടിനെ കുളിച്ച് സുന്ദരപ്പനാക്കിയിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, പടക്കം വാങ്ങാൻ പോകുന്ന. പടക്കം എന്ന് പറഞ്ഞാൽ കമ്പിത്തിരി മാത്രം വാങ്ങാൻ വേണ്ടിയിട്ട് പോവാന്ന് കേട്ടോ. അവനത് ഭയങ്കര ഇഷ്ടമാണ് കമ്പിത്തിരി. അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാന്ന്. ഇനിയിത് റിക്കൂട്ടിൻ്റെ പിറന്നാളിന് ആരോ ഗിഫ്റ്റ് കൊടുത്തതാണ്. അങ്ങനെ വലിയച്ഛനും മോനും കൂടിയിട്ട് ഇതാ കമ്പിത്തിരി വാങ്ങാൻ പോകാമെന്ന്. ആരെല്ലോ കൊന്നെല്ലാം പറിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ വീട്ടിലങ്ങനെ വിഷു ഇല്ല. എന്താ വെച്ചാൽ അച്ഛൻ്റെ അതായത് എൻ്റെ അച്ഛമ്മേൻ്റെ അതായത് അച്ഛൻ്റെ മാമൻ മരിച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് പിന്നെ കണിയൊന്നും വെക്കുന്നൊന്നുമില്ല. അങ്ങനെ ഇതാ നമ്മളല്ല റിക്കൂട്ടനും വലിയച്ഛനും കൂടിയിട്ട് പോവാന്ന് കേട്ടോ. പിന്നെ ഇതാ വെളുക്കെല്ലാം വെച്ച സമയത്താണ് റിക്കോട്ടിനും അച്ഛനും കൂടി വന്നത്. അപ്പം റിക്കോ കവറിൽ നിന്ന് ഓരോ സാധനങ്ങളും വാങ്ങിയതെടുത്തിട്ട് കാണിച്ചു തരുവാന്ന് കേട്ടോ. എല്ലാം എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇത് കമ്പിത്തിരിയും പിന്നെ മറ്റേ നമ്മളിവിടെ ചെടുവിടു എന്ന് പറയും. പൊട്ടുമ്പം കുറേ സ്റ്റാറും ഇതെല്ലാം വരുന്ന സംഭവമില്ലേ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ റിക്കുട്ടൻ കാണിക്കുന്നത് നമ്മളാ വേഫറില്ലേ, അത് വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പം അതെടുക്കാനുള്ള തത്രപ്പാടിലാണ് മൂപ്പർ. ഇത് കണ്ട ഓന് ഇത് കിട്ടിയതിന് ശേഷം പിന്നെ പടക്കത്തിനേക്കാളും കൂടുതൽ പൊളിക്കേണ്ടത് ഇതായിരുന്നു കേട്ടോ. മറ്റേ പൊളിച്ചതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അത് പൊളിച്ചിട്ട് റിക്കോർഡിന് കൊടുത്തു. ഞാനും കഴിച്ചു. എന്നോട് ക്രീമുള്ളൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞത്, പക്ഷേ ഒരു മാസം അങ്ങനെ ഈ കുരയും കൊണ്ട് നിൽക്കുന്നു. എന്നാലും പിന്നെ വേറെ വഴിയില്ല. അങ്ങനെ ജസ്റ്റ് ഒന്നെടുത്ത് കഴിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ അച്ഛൻ റിക്കൂട്ടനും അതുപോലെ തന്നെ എൻ്റെ ഏച്ചീൻ്റെ മോനുണ്ട്. ഓനും ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിനെ. അപ്പോൾ ഏച്ചീൻ്റെ മോൾക്ക് ഞാൻ എളുപ്പറുപ്പത്ത് വരുമ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അതും ഓക്ക് കണക്കാവുമെന്ന് അറിയില്ല. ഞാൻ അവിടുന്ന് നോക്കുമ്പോൾ ഇത് കണക്കാവുമെന്ന് വിചാരിച്ചിട്ടെടുത്ത്. പക്ഷെ ഇവിടെ വന്നിട്ട് നോക്കുമ്പം അയ്യോ ഓള് കുറച്ച് ഹൈറ്റ് വെച്ച്, അതുകൊണ്ട് ഇനി പാകാവില്ലേ എന്നുള്ള ടെൻഷനാണ്. അപ്പം നമുക്കിവിടെ വിഷു ഒന്നുമില്ല. അപ്പം ഏട്ടൻ്റെ വീട്ടിൽ അവിടെയാണ് വിഷു ഉള്ളത്. ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിന് ഇനി അങ്ങോട്ടേക്ക് പോകണം വിഷുവിൻ്റെ അന്ന്. അപ്പോൾ ഇതാണ് റിക്കൂട്ടൻ്റെ ഡ്രസ്സ് കേട്ടോ. എനിക്ക് പൊതുവേ ഈ മഞ്ഞ കളർ തീരെ ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ഇതൊരു പച്ചയും മഞ്ഞ ആയതുകൊണ്ട് ഒരു രസമുണ്ട്. ആ ഉദിക്കുന്ന മഞ്ഞ അല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. എനിക്കും അതേ നിന്നാണ് അതെ മഞ്ഞ കളർ തീരെ ഇഷ്ടമല്ല. നിന്നാൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. അങ്ങനെ പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന ഡ്രസ്സ് രണ്ടും.
അത് ട്രൗസർ നല്ല സുഖമായിട്ട് ഇടാൻ പറ്റും. പിന്നെ ഞാൻ അമ്മേനോട് ചോദിക്കുന്ന ഇത് സനയ്ക്ക് പാകമാവുമോ എന്നല്ല, കാണുമ്പോൾ ഒരു ഡൗട്ട്. എല്ലാ പിള്ളേരും ഇപ്പം നമുക്ക് പണ്ടെല്ലാമെങ്കിൽ നമുക്ക് സൈസ് മീൻസ് എത്ര ക്ലാസ്സിലാണ് എത്ര വയസ്സാണെന്നെല്ലാം പറഞ്ഞാൽ ഡ്രസ്സ് അളവിന് കിട്ടും. ഇപ്പം പക്ഷേ പിള്ളേരെയും കൂട്ടി പോയാലേ നമുക്ക് കറക്റ്റ് അളവിനുള്ള ഡ്രസ്സ് കിട്ടും കേട്ടോ. ഒരുപാട് തവണ അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. പിന്നെ റിസ്ക് എടുത്ത് വാങ്ങി. പിന്നെ അഥവാ മാറ്റണമെങ്കിൽ മാറ്റാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് തവണ ഇങ്ങനെ മാറ്റം തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വേഫറിൻ്റെ ലാസ്റ്റത്തെ കഷ്ണം കൂടി എടുത്തിട്ട് അതങ്ങ് തീർത്ത് കേട്ടോ. അപ്പം ഞാൻ മമ്മീനോട് പറഞ്ഞു ഊപ്പറിലുള്ള ആ സാധനം എടുത്ത് മാറ്റി വെച്ചോ. പിന്നെ അച്ഛനത് ഉള്ളുണ്ടിയും വേഫർ വേറെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ചടുപിട് കേട്ടോ. പിന്നെ ഈ കമ്പിത്തിരിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അത് പൊട്ടിക്കുകയെല്ലാം ചെയ്ത് രാത്രിക്ക്. അത് കഴിഞ്ഞ് റിക്കോർഡിന് വണ്ടി ഓടിച്ചു തുടങ്ങി. അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഇത്. ഇതിനോടും അതേ വണ്ടി ആയിരിക്കും കൊടുക്കാൻ ഇഷ്ടമല്ല. റിക്കോർഡിനും അതേ സ്വഭാവമാണ്. അവൻ്റെ വണ്ടികൾ അവൻ ആർക്കും കൊടുക്കില്ല കേട്ടോ. അങ്ങനെ റിക്കോർഡിന് വണ്ടിയെല്ലാം ഓടിച്ച് കളിക്കുവാന്ന്. ഇതിൽ പാട്ടില്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ ബാറ്ററിയെല്ലാം പോയിന് കേട്ടോ. അങ്ങനെ നമ്മളെ പടക്കെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞു. അപ്പോഴേക്ക് അവിടുന്ന് ചൊല്ലിന്ന് അമ്മയച്ഛനെല്ലാം വിളിച്ചിട്ടുണ്ടായിന്. അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതേ സമയത്ത് തന്നെ അമ്മേൻ്റെ ഫോണിൽ അങ്ങനെ ഏച്ചിയും മക്കളും വിളിച്ചിട്ടുണ്ടായിന്. അങ്ങനെ റിക്കൂട്ടൻ ആരെയും വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല. എന്നാൽ ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ കമ്പിത്തിരി കത്തിച്ചോ പൂത്തിരി കത്തിച്ചോ എന്നെല്ലാം കേട്ടോ. അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് കൊറിയർ പാക്ക് ചെയ്യാനുള്ളതുണ്ടായിരുന്നു. അതങ്ങനെ പാക്ക് ചെയ്ത് വെച്ച് അഡ്രസ്സെല്ലാം എഴുതിയിട്ട് വെച്ച് കേട്ടോ. പിന്നെ റിക്കോർഡിന് അമ്മ ചോറ് കൊടുക്കുന്നതിന് അവൻ കാർട്ടൂൺ കാണുമായിരുന്നു. അപ്പം വിളിച്ചെന്തായാലും വരൂലെന്നറിയാം. അതുകൊണ്ട് അത് കണ്ടിട്ട് തന്നെ എന്തെങ്കിലും തിന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് തിന്നിപ്പിച്ച് പിന്നെ ഞാനും ഫുഡ് കഴിച്ചു. അപ്പോൾ റിക്കോർഡിന് പിന്നെ ഉറക്കി. അപ്പോൾ എത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.